ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മിക്സ് ആൻഡ് ടേസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ ദോ പ്യാസ എന്ന് പറയും. നമ്മൾ ഇതിങ്ങനെ പറയാൻ കാരണം ഇതിൽ 2 തവണയായിട്ട് നമ്മൾ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ ചിക്കൻ ദോ പ്യാസ അല്ലെങ്കിൽ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനിവിടെ 750 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ട് വിത്ത് ബോണായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് ഞാനിവിടെ ചിക്കൻ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനി ഞാനൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 8 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചത്, ഇത്രയും മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. 30 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഈ ഗ്രേവി ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇപ്പോൾ 30 മിനിറ്റ് ആയപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേന് ഞാനിതിൽ വലിയ ഉള്ളി ഒരു 3 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ടൊമാറ്റോ പ്യൂരി 3 തക്കാളി മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ട് വെച്ചിരുന്ന തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും എണ്ണ തെളിയുന്നത് വരെ തന്നെയാണ് ഇതും കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ 30 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നമ്മളൊന്ന് കുക്ക് ചെയ്യാം. അടിയിൽ പിടിക്കാത്ത തരത്തിൽ നമ്മൾ നോക്കിയിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഞാൻ അതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് നേരം നമ്മൾ കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 മില്ലിയാണ് വെള്ളം ചേർത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഞാനിതിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തതും ഒരു 3 പച്ചമുളകും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഒരുപാടൊന്നും നമുക്കിത് ഉള്ളി വെന്ത് വരണ്ട. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കസൂരി മേത്തി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് പൊടിച്ചതാണ്. അതുപോലെ തന്നെ ഒരു തക്കാളി അതിൻ്റെ പൾപ്പൊക്കെ കളഞ്ഞിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടി തന്നെയുള്ള ഒരു ചിക്കൻ കറിയാണ്. എന്നാൽ ഒരുപാട് അങ്ങോട്ട് കറിയില്ല, നല്ല തിക്കായിട്ട് അത്യാവശ്യം തിക്നെസ്സും ഉണ്ട് കറിക്ക്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് പുളിയുണ്ട്. അതുപോലെ നല്ല സ്പൈസിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമുക്ക്
ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം, അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഉപയോഗിക്കാം, പൊറോട്ടയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തിങ്സും ആണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എക്സ്ട്രാ നമ്മളൊരു കസൂരി മേത്തിയാണ് ഉള്ളത്. അത് നമുക്ക് എല്ലാ ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.